ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങ വെച്ചിട്ടുള്ള ഒരു തോരനാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തേങ്ങ ചിരവി നമ്മളത് അരയ്ക്കാനോ ഒന്നും നിൽക്കണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ കൂട്ടിച്ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മളിതുപോലെ നല്ല വൃത്തിയായിട്ട് തൊലി ഒട്ടും തന്നെ ഇരിക്കാതെ തന്നെ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അത് മുറിച്ച് മാറ്റുക. മുറിച്ചിട്ട് അതിനുള്ളിലുള്ള കുരുവും അതുപോലെ ബാക്കി പോർഷൻസും എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. എന്നിട്ട് ഇതുപോലെ നല്ലോണം വാഷ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് എടുക്കുക. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിയാണ് വേണ്ടത്. ഞാനിവിടെ ഇത് സ്ക്വയർ ആയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. വളരെ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നീളത്തിൽ അരിയാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആവാം. പക്ഷേ അത് കനം കുറച്ച് അരിയാണ് വേണ്ടത്. എന്നാലാണ് നമുക്ക് നന്നായിട്ട് തോരൻ ടേസ്റ്റി ആയിട്ട് കിട്ടുക. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പടവലങ്ങ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഈ പടവലങ്ങ ഇട്ടതിന് ശേഷം നമുക്കത് ഇളക്കി കൊടുക്കണം. ഈ എണ്ണയിൽ കിടന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരണം. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യുന്നില്ല. കാരണം പടവലങ്ങയിൽ തന്നെ അതിനുള്ള വെള്ളമയം ഉണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ഒരു 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞു എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനിവിടെ ഒരു 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതലോ കുറവോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇളക്കി നമുക്ക് ഈ എണ്ണയിൽ തന്നെ കിടന്ന് ചെറുതീയിലിത് വെന്ത് വരണം. അധികം നേരം ഒന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഇത് വാടി വരും. സാധാരണ തോരൻ അരയ്ക്കുന്ന പോലെ നമ്മളിതിൽ തേങ്ങയും മുളകും എല്ലാം കൂടി അരച്ച് ചതച്ചോ ഒന്നും എടുക്കുന്നില്ല. നമ്മളിതിലേക്ക് ഡയറക്റ്റായിട്ട് തേങ്ങ ചേർത്താണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെയും കൂടി ടേസ്റ്റ് ആകുമ്പോഴാണ് അടിപൊളിയായിട്ട് വരുന്നത്. ഇപ്പം തന്നെ ഈ പടവലങ്ങയിലെ വെള്ളമയം ഒക്കെ ഇറങ്ങി അത് കാണാം നമുക്കിതിൽ. ആ വെള്ളം എല്ലാം ഒന്ന് വറ്റി വരണം. അപ്പോൾ അത് കറക്റ്റ് വേവിലായിരിക്കും. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് തന്നെ വേവിക്കണം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, പടവലങ്ങയുടെ എല്ലാ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഉള്ളിയാണേലും മുളകാണേലും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത് വേവായിട്ടുണ്ട്. ഒട്ടും വെള്ളമയം ഒന്നും ഇപ്പോൾ കാണുന്നില്ല, എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. നമ്മൾ അരയ്ക്കുന്നു ചതയ്ക്കുന്നു ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുവാണ്. ഇതിനി ഈ പടവലങ്ങയുടെ കൂടെ നമ്മൾ ഇട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. തേങ്ങയുടെ ആ പച്ചപ്പ് ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിക്കണം. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം തേങ്ങ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങ എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഞാനിവിടെ ചേർക്കുന്നത് 2 മുട്ടയാണ്. നമ്മളിത് തീ ആദ്യമേ ഒന്ന് കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ചതിന് ശേഷം മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് കുഴഞ്ഞു വരികയാണ്. പക്ഷെ അത് കാര്യമാക്കണ്ട, നന്നായിട്ട് ആയിക്കോളും. നമ്മളിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. മുട്ട ചേർത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒത്തിരി കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഒരുവിധം കുഴഞ്ഞാണ് ഇരിക്കുന്നത്. കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നോക്കാം
ഇതാ ഇപ്പം തന്നെ കാണാം, മുട്ടയെല്ലാം ഒന്ന് ഇതിനോട് കൂട്ടത്തിൽ യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു തോരനാണ്. അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ചിലർക്ക് പടവലങ്ങയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാണ്ട് ഉണ്ടാവാം. പക്ഷേ ഈ പൊട്ട കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കുക. വളരെ ടേസ്റ്റ് നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. അപ്പം എല്ലാവരും ഈ തോരനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി.